പ്രിയരെ, ഏവർക്കും ക്രിസ്തീയ അഭിവാദനങ്ങൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എങ്ങനെ നമുക്ക് ഒരു പ്രാർത്ഥന ബോംബ് അല്ലെങ്കിൽ ഒരു ആത്മീയ ബോംബ് നമുക്കെങ്ങനെ നിർമ്മിക്കാനാവും എന്നുള്ളതാണ്. ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് ചിന്തകൾ പറയാം. വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ധൂപ കുറ്റിയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന. നമുക്ക് ടാബർനാക്കിൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ സ്വർഗത്തിലൊരു ദൂതൻ കുറേ ധൂപവർഗ്ഗങ്ങൾ ചേർക്കുകയും ഒപ്പം യാഗപീഠത്തിലെ കനൽ നിറച്ച് ആ ധൂപക്കുറ്റി അടച്ച് ഭൂമിയിലേക്ക് എറിയുന്ന സമയത്ത് ഇടിമുഴക്കം, മിന്നൽ, നാദം, ഭൂകമ്പം ഉണ്ടാകുന്നു. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം? നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാം. പൗലോസും ശീലാസും കർത്താവിനെ പാടി സ്തുതിച്ചു കാരാഗൃഹത്തിൽ വെച്ച്. എന്തായിരുന്നു സംഭവിച്ചത്? ഭൂകമ്പമുണ്ടായി, അവരുടെ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി, അവർ റിലീസായി. അവരുടെ പ്രാർത്ഥനയുടെ ഒരു മറുപടിയായിട്ട് ദൈവം ഒരു പ്രാർത്ഥന ബോംബ് അവിടേക്ക് എറിഞ്ഞു. നമുക്കറിയാം, മറ്റൊരു ഭാഗത്ത് പറയുന്നു, അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മളുടെ പ്രാർത്ഥനകൾ വെറുതെ തിരിച്ചു വരില്ല. അത് അത്ഭുതങ്ങൾ കൊണ്ടുവരും. ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു കാര്യം വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയുന്നു. ഈ പ്രാർത്ഥന നാളെ ചില ചലനാത്മകമായ എന്ന് പറഞ്ഞാൽ ചില അടയാളങ്ങളോട് കൂടെ നമുക്ക് കാണത്തക്ക നിലയിൽ ചില അത്ഭുതങ്ങൾ നിൻ്റെ കണ്ണുനീര്, നിൻ്റെ പ്രാർത്ഥന കൊണ്ടുവരും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ശക്തമായി പ്രാർത്ഥിക്കുക. കർത്താവ് നിൻ്റെ പ്രാർത്ഥന അധികം ദിവസം നീളാതെ അതൊരത്ഭുതമായി ജീവിതത്തിലേക്ക് പെയ്യിക്കാൻ കൊണ്ടുവരാൻ, ഒരു ബോംബായി, അത് വലിയ സ്ഫോടനമായി, അത്ഭുതമായി ദേശം അറിയത്തക്ക നിലയിൽ മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥിക്കുക. ശക്തമായി മറുപടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു.